എല്ലാവർക്കും നമസ്കാരം. ഹാജിപൂരിലെ ഈ പസ്വാനെ കണ്ടാൽ സാക്ഷാൽ ഹാജി മസ്താൻ പോലും വെറ്റിലയും അടക്കയും വെച്ച് ദക്ഷിണ കൊടുക്കും. അത്രയ്ക്കാണ് ബീഹാറുകാരനായിരുന്ന രാംവിലാസ് പസ്വാന്റെ മെയ് വഴക്കവും മൊഴി വഴക്കവും. എങ്ങനെ ഇട്ടാലും പൂച്ച നാലുകാലിൽ വീഴും എന്ന് പറഞ്ഞതുപോലെ മത്സരിക്കുന്നത് ഏത് മുന്നണിയിലായാലും മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ആരായാലും പസ്വാൻ ഒരു കസേരയിൽ ഉണ്ടാകും എന്നതാണ് ചരിത്രം. ഇതൊക്കെ ഈ രാംവിലാസ് പസ്വാൻ സാധിച്ചെടുക്കുന്നത് ലക്ഷങ്ങൾ കൊടുത്തിട്ടല്ല, ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം വാങ്ങി ജയിച്ചിട്ടാണ് എന്ന് മാത്രം. അധസ്ഥിത വിഭാഗങ്ങളുടെ മിശിഹായായി വാഴ്ത്തപ്പെടുന്ന പസ്വാൻ നിയമബിരുദം നേടിയതിനു പിന്നാലെ 1969 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ ബീഹാർ നിയമസഭയിലേക്കാണ് ആദ്യം ജയിച്ചത്. പിന്നീടാണ് ഹാജിപൂർ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള പടയോട്ടത്തിന്റെ തുടക്കം. 1977 ജനതാ പാർട്ടി പ്രതിനിധിയായ അദ്ദേഹം പിന്നീട് പല പാർട്ടികളും മുന്നണികളും മാറിയെങ്കിലും 2 തവണ ഒഴികെ എല്ലാ തിരഞ്ഞെടുപ്പിലും ഹാജിപൂരിലെ ജനങ്ങൾ പസ്വാനെ ചങ്ക് ബ്രോയാക്കി. 1984 രാജീവ് ഗാന്ധി തരംഗത്തിലും 2009 രാഷ്ട്രീയ കൂട്ടുകെട്ടിലും മാത്രമാണ് ആശാന് ചുവട് പിഴച്ചത്. ആശാന് പിഴച്ചാൽ ഏത്തമില്ല എന്നറിയാമല്ലോ. പിഴച്ചിടത്തു നിന്ന് തിരിച്ചു കയറി നിന്നു പിഴയ്ക്കാനുള്ള കഴിവില്ലാത്തവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും പാടില്ലല്ലോ. പുത്തൻ അടവുകളുമായി കളത്തിലിറങ്ങിയ പസ്വാൻ വീണ്ടും അംഗം ജയിച്ചു. പസ്വാനെ രാഷ്ട്രീയം പഠിപ്പിക്കരുത് എന്നാണ് ഹാജിപൂരിലെ ചൊല്ല്. അതിന് കാരണം പസ്വാൻ ഓരോ തിരഞ്ഞെടുപ്പിലും നേടുന്ന ജനപിന്തുണയാണ്. 1977 ആദ്യ മത്സരത്തിൽ തന്നെ 4,24,545 വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് വരവറിയിച്ചത്. പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം ലക്ഷങ്ങളെ പിന്നാലെ നിർത്തിയ പസ്വാൻ 1989 VP സിംഗ് തുറന്നുവിട്ട ജനതാദൾ ചുഴലിക്കാറ്റിൽ ഞെട്ടിയവരെ തന്നെ വീണ്ടും ഞെട്ടിച്ചു. 5,04,448 വോട്ടുകളായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം. 2000 ലോക് ജനശക്തി എന്ന പേരിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ടും പസ്വാന്റെ ഭൂരിപക്ഷം ലക്ഷത്തിൽ നിന്ന് താഴോട്ട് പോയില്ല. പാർട്ടിയല്ലേ പുതിയത്, പസ്വാൻ പഴയതു തന്നെ എന്നായിരുന്നു ഈ വിജയ പ്രതിഭാസത്തിന് ഹാജിപൂരുകാരുടെ ന്യായം. ജയിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം എത്രയുണ്ടെന്ന് അന്വേഷിക്കാത്തതുപോലെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിലും പസ്വാൻ പ്രധാനമന്ത്രിമാരുടെ മുഖം നോക്കാറില്ല. അതാരായാലും ഈ ലക്ഷപ്രഭുവിന് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ 1996 മുതൽ 2014 വരെ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാരെല്ലാം പസ്വാനു വേണ്ടി ഒരു മന്ത്രി കസേര മാറ്റിയിട്ടു. എപ്പോഴാണ് പസ്വാൻ വന്ന് അതിൽ കയറി ഇരിക്കുന്നതെന്നോ ഇറങ്ങിപ്പോകുന്നതെന്നോ അവരാരും അന്വേഷിക്കാറും ഇല്ല. അന്വേഷിച്ചിട്ട് ഒട്ട് കാര്യവും ഇല്ല. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും പസ്വാനെ തോൽപ്പിക്കാനാവില്ലല്ലോ. ആദ്യം VP സിംഗ്, തുടർന്ന് HD ദേവഗൌഡ, IK ഗുജറാൾ, AB വാജ്പേയി, ഡോക്ടർ മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നിങ്ങനെ 6 പ്രധാനമന്ത്രിമാർക്കൊപ്പം പസ്വാൻ കസേര പങ്കിട്ടു. ഭൂരിപക്ഷം ആർക്കും തിരുത്താം. പക്ഷേ പസ്വാന്റെ ഈ മന്ത്രിസഭാ റെക്കോർഡ് ഇനി ആർക്കും തിരുത്താനാവില്ല. മറ്റൊരു കഥയുമായി നാളെ വീണ്ടും.